നമസ്കാരം, ഏവർക്കും നവരസ മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആദർശ് മൈത്രി ദാനശീലൻ. നമ്മളെല്ലാം സയൻസ് ഫിക്ഷൻ സിനിമകളിലൊക്കെ കേട്ടിട്ടുള്ളതാണ് ടൈം ട്രാവൽ എന്നത്. അതായത് നമ്മുടെ ഭാവിയിലേക്കും ഭൂതകാലത്തിലേക്ക് പോകാൻ പറ്റുമെന്നുള്ളൊരു കൺസെപ്റ്റാണ് ടൈം ട്രാവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് വൈരുദ്ധ്യമായ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ വാദങ്ങൾ ശാസ്ത്രലോകത്തുണ്ട്. ഇത് സാധ്യമാണെന്ന് കുറേ പേര് പറയുന്നു, സാധ്യമല്ല എന്ന് കുറേ പേര് പറയുന്നു. അങ്ങനെ ഒരുപാട് വാദങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ പുരാണങ്ങളിൽ ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ ഈ ടൈം ട്രാവലിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണെന്നല്ലേ, ഇതൊരു കഥയാണ്, മഹാഭാരതമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കഥയാണ്. അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കകുതമി എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അതീവ സുന്ദരിയും വളരെ ടാലന്റഡുമായിട്ടുള്ള ഒരു മകളുണ്ടായിരുന്നു. രേവതി എന്നായിരുന്നു അവളുടെ പേര്. അപ്പോൾ കല്യാണപ്രായം എത്തിയപ്പോൾ രാജാവ് അവൾക്ക് വേണ്ടുന്ന വരനെ അന്വേഷിക്കുകയാണ്. അപ്പോൾ ഒരുപാട് വരന്മാരെ, രാജകുമാരന്മാരെയൊക്കെ നോക്കുന്നുണ്ടെങ്കിലും രാജാവിന് ആരെ ഇഷ്ടപ്പെട്ടില്ല. ഇവരാരും രേവതിക്ക് അനുയോജ്യരായിരുന്നില്ല എന്നാണ് രാജാവിൻ്റെ ചിന്ത. കാരണം തൻ്റെ മകൾ ഇത്രയും സുന്ദരിയാണ്, ഇത്രയും ടാലൻറ്റഡ് ആണ്, അപ്പോൾ അവൾക്ക് ഇവരൊന്നും ചേരുന്നില്ല എന്നൊരു ധാരണ അല്ലെങ്കിൽ ഒരു ചിന്തയായിരുന്നു രാജാവിന്. അപ്പോൾ ഇവൾക്ക് അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്താനായിട്ട് രാജാവും ഈ പറയുന്ന രാജകുമാരിയായ രേവതിയും കൂടെ ചേർന്ന് ബ്രഹ്മലോകത്തിലേക്ക് ബ്രഹ്മാവിനെ കാണാനായിട്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശം കേൾക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും ബ്രഹ്മദേവൻ ഈ ഗന്ധർവന്മാരുടെ ഗാനക്കച്ചേരി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ പാട്ടും ഡാൻസും മേളും ഒക്കെ നടക്കുകയാണ്. അപ്പോൾ ഇവർ വിചാരിച്ചു ബ്രഹ്മദേവനെ ശല്യം ചെയ്യേണ്ട, ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനോട് സംസാരിക്കാന്നുള്ള രീതിയിൽ ഈ പറയുന്ന കകുതമിയും അദ്ദേഹത്തിന്റെ മകളോടെ നിൽക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കകുതമി അദ്ദേഹത്തിന്റെ മകളും ബ്രഹ്മദേവനെ കാണുകയും അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ബ്രഹ്മദേവൻ ആത്തുലച്ച് ചിരിക്കുകയാണ്. അപ്പോൾ ഇവർക്കൊന്നും മനസ്സിലായില്ല, എന്തിനാണ് ബ്രഹ്മദേവൻ ഇങ്ങനെ ചിരിക്കുന്നത്, തങ്ങൾ എന്തെങ്കിലും തെറ്റു പറഞ്ഞു. അപ്പോൾ ബ്രഹ്മദേവൻ അവരോടായി പറയുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി എത്ര നേരമാണോ ഇവിടെ കാത്തിരുന്നത് അത്രയും സമയം ഭൂമിയിലെ 24 ചതുർയുഗങ്ങൾ കടന്നു പോയിരിക്കുന്നു. അതായത് ഏകദേശം 116 ദശലക്ഷം വർഷങ്ങൾ ഭൂമിയിൽ കടന്നു പോയിരിക്കുന്നു. നിങ്ങളുടെ രാജ്യവും സമ്പത്തും നിങ്ങളുടെ സൈന്യവും എല്ലാം ഇല്ലാതായിരിക്കുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്നും വേറിട്ടൊരു ടൈം സ്കെയിലാണ് ബ്രഹ്മലോകത്തിൽ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കേട്ട് അമ്പരന്ന് പകച്ചു നിന്ന് അവരോടായിട്ട് ബ്രഹ്മദേവൻ പറയുകയാണ്, ഈ ഒരു സമയത്ത് ഭൂമിയിൽ വിഷ്ണുദേവൻ ശ്രീകൃഷ്ണന്റെ രൂപത്തിൽ അവതാരമെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരനായ ബലരാമനുമായിട്ട് മകളുടെ വിവാഹബന്ധം ഉറപ്പിച്ചോളൂ, അത് നല്ലൊരു ബന്ധമായിരിക്കുമെന്ന്. ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം അവർ എത്രയും പെട്ടെന്ന് ഭൂമിയിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ ഭൂമിയിലെത്തുമ്പോൾ ചുറ്റുമുണ്ടായ മാറ്റങ്ങളെല്ലാം കണ്ട് അവർ അമ്പരന്ന് പോവുകയാണ്. ജസ്റ്റ് ലാൻഡ്സ്കേപ്പിലോ എൻവിറോൺമെന്റിലോ ഉണ്ടായ മാറ്റമല്ല അവരെ ഏറ്റവും കൂടുതൽ അമ്പരപ്പിച്ചത്. അവരെ ഏറ്റവും കൂടുതൽ അമ്പരപ്പിച്ചത് മനുഷ്യനിലുണ്ടായ മാറ്റമാണ്. അവൻ്റെ ജീവിത രീതി, ലൈഫ് സ്റ്റൈലിലായാലും അവൻ്റെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറിലുണ്ടായ മാറ്റമാണ് അവരെ ഏറ്റവും കൂടുതൽ അമ്പരപ്പിച്ചത്. കാരണം അവർ ജീവിച്ചിരുന്നത് സത്യയുഗത്തിലാണ്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോഴേക്കും മനുഷ്യൻ്റെ നല്ല ഗുണങ്ങൾ കുറഞ്ഞു വരുന്നതായിട്ട് അവർ കണ്ടു. മനുഷ്യനുണ്ടായിരുന്ന സ്നേഹമായാലും അനുകമ്പയായാലും ഇതെല്ലാം കുറഞ്ഞു വരുന്നതായിട്ട് അവർ കണ്ടു. മാത്രമല്ല മനുഷ്യനിൽ സ്പിരിച്വലി ഒരു ഡിക്ലൈൻ സംഭവിച്ചതായിട്ട് അവർക്ക് മനസ്സിലായി. മാത്രമല്ല മനുഷ്യനുണ്ടായിരുന്ന ഇന്റലക്റ്റ് കുറഞ്ഞു വരുന്നതായിട്ട് അവർ കണ്ടു. അപ്പോൾ എന്ത് തന്നെ ആയാലും ബലരാമനുമായിട്ട് രേവതിയുടെ വിവാഹബന്ധം ഉറപ്പിക്കുകയാണ്. പക്ഷെ രേവതിക്ക് ബലരാമനേക്കാളും ഉയരമുണ്ടായിരുന്നു. കാരണം ഓരോ യുഗങ്ങൾ കഴിയുമ്പോഴും മനുഷ്യന്റെ ഉയരം കുറഞ്ഞു വരികയാണ്. അവന്റെ സ്വഭാവം മാറുന്നതനുസരിച്ച്, അവന്റെ നല്ല ഗുണങ്ങൾ കുറയുന്നതനുസരിച്ച് മനുഷ്യന്റെ ഉയരവും കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ സത്യയുഗത്തിലാണ് രേവതി ജീവിച്ചിരുന്നത്. അപ്പോൾ സത്യയുഗത്തിൽ മനുഷ്യന്റെ ഉയരം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ ഓരോ യുഗങ്ങൾ കഴിയുന്തോറും മനുഷ്യന്റെ ഉയരം ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ബലരാമന് യഥാർത്ഥത്തിൽ രേവതിയെക്കാളും ഉയരം കുറവായിരുന്നു. സത്യത്തിൽ ഈ ഒരു കഥ ടൈം ഡയലേഷനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഇന്റർസ്റ്റെല്ലർ എന്ന സിനിമ കണ്ടിട്ടുണ്ടാവും. അത് ടൈം ഡയലേഷനുമായി ബന്ധപ്പെട്ട ഒരു സിനിമയാണ്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡയമെൻഷൻസിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈം സ്കെയിൽ ആയിരിക്കും. വളരെ അടുത്ത കാലത്ത് മാത്രമാണ് മോഡേൺ സയൻസ് ടൈം ഡയലേഷനെ കുറിച്ച് ചർച്ച ചെയ്തു തുടങ്ങിയത്. എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട നമ്മുടെ ഗ്രന്ഥങ്ങളിലും പുരാണങ്ങളിലും ടൈം ഡയലേഷനെ കുറിച്ച് പറയുന്നുണ്ട് എന്ന് പറയുമ്പോഴാണ് എത്രമാത്രം അഡ്വാൻസ്ഡ് ആണ്, എത്രമാത്രം ഫോർ സൈഡഡ് ആണ് നമ്മുടെ സിവിലൈസേഷൻ, നമ്മുടെ കൾച്ചർ, നമ്മുടെ സനാതന ധർമ്മം എന്നത് നമുക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുമല്ലോ. ഒപ്പം ഇത്തരം ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ വീഡിയോ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.